ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതൊരു ലോങ് വീഡിയോ തന്നെയാണ്. അപ്പോൾ ജേണൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബുക്ക് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കാട്ടോ. ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ ഇത് ആരുടെ ബുക്കാണെന്നൊക്കെ. അപ്പോൾ ഞാൻ എഴുതിയത് ദ ജേണൽ ബിലോങ് ടു ലെയാറോസ്. ആക്ച്വലി എൻ്റെ പേര് ലെയാറോസ് എന്നാണ്. അപ്പോൾ ലെയാറോസ് എന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇട്ടത്. പിന്നെ നിങ്ങളുടെ ബുക്ക് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടി സ്റ്റിക്കേഴ്സും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പടമൊക്കെ വരച്ചു കൊടുത്താൽ സെറ്റ് ആവും കേട്ടോ. ബുക്കിലെ പടമൊക്കെ വരയ്ക്കുമ്പോൾ ഭയങ്കര ഓവറായിട്ടൊന്നും വരയ്ക്കണ്ട. എന്നെപ്പോലെ അങ്ങോട്ട് ഓവറൊന്നും ആക്കണ്ട. ഭയങ്കര ഓവറായിപ്പോയെന്ന് എനിക്കറിയാം, എന്നാലും സാരില്ല. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2-3 വരെയൊക്കെ വരച്ചാൽ ബുക്ക് റെഡിയായി. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുൾ ബുക്ക് ജേണൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, തെറ്റിലൂടെയാണല്ലോ എല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്താലും നിങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടാവും. എനിക്കിത് ചെയ്തിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ 2025 എന്ന് പറഞ്ഞ് ഇതേപോലെ അങ്ങോട്ട് വലുതായിട്ട് എഴുതി കൊടുക്കാം. ഇതിപ്പോൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇതൊക്കെ എല്ലാം ചെയ്തത്. എന്നിട്ട് അവിടെയും കുറച്ച് കൊളാക്കിയപ്പോൾ എനിക്ക് പിന്നെ സമാധാനമായി ഗൈസ്. എല്ലാ പേജും ഞാൻ ഇതേപോലെ കൊളാക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറേ സ്റ്റിക്കേഴ്സൊക്കെ അങ്ങോട്ട് ഒട്ടിച്ചെടുത്തിട്ടോ, കുറച്ചും കൂടി ഭംഗി തോന്നിക്കാൻ വേണ്ടി. പക്ഷേ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചപ്പോഴും പിന്നെയും അബദ്ധമായിരുന്നു. എന്നാലും സാരില്ല, കുഴപ്പമില്ല. ഇനി അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ 2025 എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന്. ദിസ് ഇയർ ഐ വാണ്ട് ടു എന്ന് പറഞ്ഞൊരു പേജ് അങ്ങോട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചത് കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞു തന്നെ. ബി മോർ ഓർഗനൈസ്ഡ്, ഡു മോർ ടാസ്ക്, ഗോസിപ്പ് ലെസ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇങ്ങോട്ട് കുറക്കുക. പിന്നെ ചാലഞ്ച് മൈ സെൽഫ്, ഡ്രിങ്ക് മോർ വാട്ടർ, ട്രൈ ടു ബി മോർ സോഷ്യൽ, ഡു മോർ തിങ് അലോൺ, ഡു സംതിങ് യു ലവ്, മാനേജ് മൈ ടൈം ബെറ്റർ. ഇതൊക്കെയാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. എന്തിനാണ് എഴുതി വെച്ചതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ, എന്നാലും ഇരിക്കട്ടെ. അടുത്ത പേജിൽ ഞാൻ എഴുതാൻ പോകുന്നത് ഒരു വേർഡാണ്. അപ്പോൾ വേർഡ് ഓഫ് ദ ഇയർ ഞാനിവിടെ എടുത്തേക്കണത് എല്ലാവർക്കും മനസ്സിലാവും. അതന്നെ ഹോപ്പ്, ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു വർഷം ഒരു നല്ലൊരു വർഷമാകണമേ എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞ വാക്ക് എടുത്തത്. പിന്നെ ഈ പേജും ഞാൻ നൈസായിട്ട് കൊളാക്കാൻ പോയെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ കൊളാക്കിയില്ല ഗൈസ്. അടുത്ത പേജ്, ഈ ഒരു പേജിൽ ഞാൻ സെൽഫ് കെയർ എന്ന് എഴുതണത് എന്തിനാന്നേ അറിഞ്ഞൂടാ. ഒരു ബന്ധം ഇല്ലാണ്ടാണ് ഞാൻ സെൽഫ് കെയർ എന്ന് എഴുതിയത്. എന്നാലും ഇരിക്കട്ടെ, ഒരു പേജെങ്കിലും ഇതേപോലെ അങ്ങോട്ട് തീർന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഈ എഴുതണൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ പറയുക, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊക്കെ എന്നെ കാണുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷവുമുണ്ട്. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്താൽ എനിക്കും അതും ഭയങ്കര സന്തോഷമാണ്. ബുള്ളറ്റ് ജേണൽ എന്ന് പിൻട്രസ്റ്റിൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫുള്ള് ഇങ്ങനെ ട്രാക്കർ പോലെ എന്ന് വെച്ചാൽ എയർ, പിക്സൽ, സ്ലീപ്പ് ട്രാക്കർ, ഡ്രീം ട്രാക്കർ അങ്ങനെ കുറേ സാധനം വന്നു. എന്നാൽ പിന്നെ ഇതും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ അങ്ങോട്ട് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു വർഷം നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോയി എന്ന് കാണിക്കാനായിട്ടാണ് ഈ ഒരു സംഭവം. ഒരു ബന്ധമില്ലാണ്ട് സെൽഫ് കെയർ എന്ന് എഴുതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ട്. ഇനി വരാൻ പോകുന്ന പേജൊക്കെ എല്ലാം ഞാൻ ജസ്റ്റ് ഹെഡിങ് മാത്രം എഴുതിയേക്കണത്. അത് കുറച്ച് പണിയുള്ള പേജസൊക്കെ ആയി, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് പേജിൽ ഞാൻ എ ഇയർ ഇൻ പിക്സൽസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു വർഷം എങ്ങനെ പോയി എന്നുള്ളതാണ്. അതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ എന്തൊക്കെയാണ് അതിൽ എഴുതി വെച്ചേക്കുന്നതെന്ന്. പിന്നെ അടുത്തത് വെതർ, നമ്മുടെ കാലാവസ്ഥ നിങ്ങൾക്കറിയാലോ എങ്ങനെയൊക്കെയാണ് കാലാവസ്ഥയെന്ന്. മഴയെന്ന് വെച്ചാൽ അമ്മാതിരി മഴ, ചൂടെന്ന് വെച്ചാൽ അമ്മാതിരി ചൂട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് എഴുതി വെക്കാമെന്ന് വിചാരിച്ചാണ് വെതർ ആഡ് ചെയ്തത്. പിന്നെ ഡ്രീം ഞാൻ കാണുന്ന ഡ്രീമൊക്കെ എനിക്ക് ഓർമ്മയേ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഓർമ്മിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജസ്റ്റ് ഞാനിന്ന് കണ്ടത് സന്തോഷമാണോ സാഡാണോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയാണ് ഡ്രീം എന്ന ഒരു ട്രാക്കർ വെച്ചേക്കുന്നത്. ഇനി സ്ലീപ്പ് ട്രാക്കർ, ഈ ഒരു വർഷം ഞാൻ എത്ര മണിക്കൂർ ഉറങ്ങി അല്ലെങ്കിൽ എത്ര അവേഴ്സ് ഞാൻ ടോട്ടൽ ഉറങ്ങി എന്നറിയാൻ വേണ്ടിയാണ് സ്ലീപ്പ് ട്രാക്കർ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പെയിൻ ട്രാക്കറാണ്. ഇതെന്ന് വെച്ചാൽ ഇത് പേഴ്സണലാണ്, വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് വെച്ചത് ഒരു വർഷം എന്തൊക്കെ വേദന മനുഷ്യൻ സഹിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. ആരെയും കാണിക്കാനൊന്നല്ല, സ്വന്തമായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ എല്ലാത്തിനും കുറേ സ്റ്റിക്കേഴ്സൊക്കെ അങ്ങോട്ട് ഒട്ടിച്ചു. ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ ഹെഡിങ് ഒക്കെ എന്തിനാണ് എഴുതി വെച്ചതെന്ന്. ഞാനിതിൽ കാണിക്കുന്നത് പോലെ അങ്ങോട്ടൊരു ബോക്സിൽ 1 to 31 പിന്നെ ജാനുവരി ടു ഡിസംബർ വരെയുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇതുകൊണ്ട് ഇപ്പം എന്താ പ്രയോജനമെന്നല്ലേ, ഈ ഒരു വർഷത്തെ ഫുൾ കാര്യങ്ങളും ഇതിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും എന്നതാണ് ഒരു സത്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡ്രീമും സ്ലീപ്പും പിന്നെ വെതറും പിന്നെ ഒരു ദിവസം നമ്മുടെ എങ്ങനെ പോയി, ഹാപ്പി ആണോ സാഡ് ആണോ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബോക്സ്. ഇതിപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രാക്കറിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പേജാണ്. ഓ ബ്ലഡ് ഹെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരീഡ്സ് ട്രാക്കർ. അപ്പോൾ നമ്മുടെ പീരീഡ്സൊക്കെ എല്ലാ മാസവും കറക്റ്റ് ടൈമിനാണോ വന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഈ ഒരു ട്രാക്കർ. അപ്പോൾ പെണ്ണുങ്ങളായാൽ പീരീഡ്സ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇത് ചെയ്തത്. ഞാൻ മറന്നു പോകാണ്ടിരിക്കാനും. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഫോണിലും ചെയ്യാമല്ലോ എന്ന്, പക്ഷെ നമ്മളെ ക്രാഫ്റ്റ് അല്ലേ, നമുക്കും ഇതൊക്കെ ബുക്കിലങ്ങോട്ട് ചെയ്യാം സിമ്പിളായിട്ട്. അപ്പോൾ നമ്മൾ മറന്നും പോകില്ല. ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവുമായിരിക്കും. അപ്പോൾ ഞാനിവിടെ കീ ആയിട്ട് 4 ഐറ്റംസാണ് കൊടുത്തേക്കുന്നത്. സ്പോർട്ടിങ്, ലൈറ്റ്, റെഗുലർ പിന്നെ ഹെവി. ഇതൊക്കെയാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നിങ്ങൾക്ക് പല പല ഷേപ്സിലും കളേഴ്സിലൊക്കെ കളർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ടുള്ള ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് ഇതേപോലെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇതിപ്പം ഞാൻ ചെയ്തതാണ്. വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതങ്ങാട്ട് നിങ്ങൾ നോക്കി എഴുതിക്കോട്ടോ. വെതർ ട്രാക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ എത്ര ഡിഗ്രി സെൽഷ്യസ് ഒരു ദിവസം നമ്മൾ ചൂട് കൂടുന്നുണ്ടോ എന്നറിയാനും ചൂട് കുറയുന്നുണ്ടോ എന്നറിയാനും ഒക്കെ ഉള്ളത്. പിന്നെ ഡ്രീം ട്രാക്കർ ഞാൻ പറഞ്ഞില്ലേ, സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാൻ വേണ്ടി. പിന്നെ സ്ലീപ്പ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ ഉറങ്ങി. പിന്നെ പെയിൻ ട്രാക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേദനയാണ്, ബോഡി പെയിൻ ആണോ ലെഗ് പെയിൻ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് അത്. ഇനി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബാക്കി ഇനിയും കുറേ പേജസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇനി എന്തെഴുതുമെന്ന് കുറേ ആലോചിച്ചു. അങ്ങനെ ഞാൻ പിൻട്രസ്റ്റും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഒരു ഐഡിയ എത്തിയത്, ഫ്യൂച്ചർ ലോഗ് എഴുതാമെന്ന്. എല്ലാവരും ഫ്യൂച്ചർ ലോഗ് എഴുതിയിട്ടുണ്ട്. ഫ്യൂച്ചർ ലോഗ് എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഫ്യൂച്ചർ ലോഗ് എന്ന് പറഞ്ഞാൽ ജാനുവരി ടു ഡിസംബർ വരെയുള്ള ബർത്ത്ഡേയ്സ്, ആനിവേഴ്സറീസ്, പിന്നെ ഈവൻറ്റ്സ്, ട്രിപ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു വർഷം നടക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫ്യൂച്ചർ ലോഗ്. ഫ്യൂച്ചർ ലോഗ് എന്ന് പറയുമ്പോൾ ഞാൻ 2 പേജസ് ആയിട്ടാണ് എഴുതിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നോക്കിയാൽ കുറേ ഫ്യൂച്ചർ ലോഗിൻ്റെ പാറ്റേൺസ് ഒക്കെ കിട്ടും. അതേപോലെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അടുത്ത പേജ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എഴുതി കൊടുത്താൽ മതി. ഇതെനിക്ക് യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് മാത്രം ഞാൻ എഴുതി കൊടുത്തതാണ്. യൂട്യൂബ് വീഡിയോ ഐഡിയാസ്. ഇതെന്തിനാണ് ഞാൻ എഴുതി കൊടുത്തതെന്നല്ലേ, ആക്ച്വലി എനിക്ക് നല്ല മറവിയുണ്ട് ഗൈസ്. ഞാൻ കുറേ പ്ലാൻ ചെയ്യും ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാം, അങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാമെന്ന്. പക്ഷെ ഞാൻ പിറ്റേ ദിവസം ആകുമ്പോൾ എല്ലാം മറന്നു പോകും. അതൊക്കെ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പേജ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലും അതെ, ജാനുവരി ടു ഡിസംബർ വരെയുള്ള കാര്യങ്ങൾ ഇതിലും ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ മാത്രം നിങ്ങളിത് എഴുതി കൊടുക്കാം കേട്ടോ. ഈ പേജ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം. അങ്ങനെ ഞാൻ ഈ പേജും കൊളാക്കി ഗൈസ്. കൊളാക്കൽ നമ്മുടെ രക്തത്തിലുള്ളതായതുകൊണ്ട് എല്ലാ പേജും ഞാൻ നൈസായിട്ട് കൊളാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ലാസ്റ്റ് കളർ അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പേജ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. എല്ലാ പേജിലും ഒട്ടിക്കണ പോലെ ഞാൻ ഈ പേജിലും കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. സ്റ്റിക്കേഴ്സ് നമ്മൾ മേടിച്ചത് ഒട്ടിക്കാൻ വേണ്ടി തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കുറവും വേണ്ടാന്ന് വിചാരിച്ചാണ് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കുന്നത്. പിന്നെ അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാക്കർ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു യൂട്യൂബ് ട്രാക്കറാണ് ഉണ്ടാക്കുന്നത്. ഇതും ഓപ്ഷണലാണ്. ഇതെനിക്ക് വേണ്ടി തന്നെ ഞാൻ ചെയ്തു വെച്ചേക്കുന്നതാണ്. കാരണം ഞാൻ യൂട്യൂബിൽ വീഡിയോ കൃത്യമായി ഇടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. ആക്ച്വലി ഞാനൊരു നല്ല മടിച്ചാണ് ഗൈസ്. വീഡിയോ എടുത്ത് വെക്കും കുറേ, പക്ഷേ ഇടാൻ നല്ല മടിയാണ്. കാരണം ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് വരുമ്പോൾ ഒരു നേരമാകും. എന്നാലും വോയിസ് ഓവർ കൊടുക്കാൻ നല്ല പണിയാണ് ഗൈസ്. ഈ ഒരു ലോങ് വീഡിയോൻ്റെ വോയിസ് ഓവർ ഞാൻ 2 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഞാനിത് സെറ്റാക്കിയത്. അപ്പോൾ അതിൻ്റേതായ കഷ്ടപ്പാടുകൾ എല്ലാത്തിലും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിതൊക്കെ ചെയ്യുമ്പോൾ നല്ല സന്തോഷവും എൻജോയ്മെൻറ്റൊക്കെയാണ്. ഞാൻ ഈ വോയിസ് ഓവർ കുറേ പ്രാവശ്യം കേട്ട് നോക്കാറുണ്ട്. ഈ ഒരു പേജിൽ എന്ന് പറഞ്ഞാൽ മണി സേവിങ് ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം കുറേ പൈസ എടുത്ത്
ചിലവാക്കിയിട്ടുണ്ട്. ഈ വർഷമെങ്കിലും എനിക്ക് കുറച്ച് പൈസ സേവ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയാണ് ഈ ഒരു പേജ്. സേവ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവർക്കും സേവ് ചെയ്യാലോ. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു പേജ് തിരഞ്ഞെടുത്തോളൂ. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗോൾ മുകളിൽ എഴുതി വെക്കണം. എന്നിട്ട് ഈ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടെന്നും എഴുതി വെക്കണം. അതിനാണ് ഈ ഒരു പേജ്. ഇനി ഈ ഒരു പേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷത്തെ ലാസ്റ്റ് പേജാണ്. 2025 ഇൻ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിവ്യൂ പറയാം, നമ്മുടെ ഈ ഒരു 2025 എങ്ങനെ പോയി എന്ന് കാണിക്കാൻ. അപ്പം ഞാൻ ഇതിൽ കുറേ സബ് ഹെഡിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ടോപ്പ് 10 അച്ചീവ്മെൻറ്റ്സ്, അതായത് നിങ്ങളുടെ 10 അച്ചീവ്മെൻറ്റ്സ് എഴുതി വെക്കാം. പിന്നെ 2025 ഇൻ 3 വേർഡ്സ്, ബിഗ്ഗസ്റ്റ് ചാലഞ്ച്, ഫേവറേറ്റ് മെമ്മറി, 10 ലെസൺ ഐ ഹാവ് ലേൺഡ്, വാണ്ട് ടു കീപ് ഡൂയിങ്. ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യാമെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത്രേ ഉള്ളൂ സംഭവം. എല്ലാവർക്കും 2025 ഒരു ജേർണൽ തയ്യാറാക്കാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ജേർണൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.